ഫാമിലി. അപ്പൊ ഇന്ന് ഞാൻ ഇച്ചിരി ഇൻഫർമേഷൻ ആയിട്ടുള്ളൊരു കാര്യം പറയാനാണ് വന്നത്. അതായത് ഞാനും കുക്കോ ഞങ്ങളിപ്പോൾ പുറത്ത് പോയി വരുന്ന ഒരു സാഹചര്യത്തിൽ കുക്കു എൻ്റെ അടുത്ത് നമുക്ക് പാസീവ് ടൈമിൽ ഇൻകം ഏൺ ചെയ്യാനുള്ള ഒരു പരിപാടിയെ പറ്റി ഇങ്ങനെ പറയണ്ടായി. എന്തായിരുന്നു? സൂപ്പി. അപ്പൊ സൂപ്പിയുടെ കാര്യം ഒന്ന് പറയാമോ? ശരിക്കും ബേസിക്കലി എന്താണെന്നുള്ളത്, എന്നിട്ട് ഞാൻ എൻ്റെ എക്സ്പീരിയൻസിലേക്ക് പറയാം. സൂപ്പി എന്ന് പറയുന്ന ഗെയിം നമുക്ക് എല്ലാ ദിവസവും ഒരു പ്രാവശ്യം കളിക്കാൻ പറ്റും. അതിനകത്ത് ആദ്യത്തെ പ്രാവശ്യം കളിക്കുമ്പോൾ നമുക്ക് 3 രൂപ കിട്ടും. അല്ല, ഇതിലേക്ക് എത്താനുള്ളൊരു ചെയ്തോ വികാരം എന്തായിരുന്നു? വേഗത്തിൽ കാശ് ഉണ്ടാക്കാം, പാസീവ് ടൈമില് എങ്ങനെ ഏൺ ചെയ്യാം എന്നുള്ളതായിരുന്നു. യൂട്യൂബിൽ ഞാൻ കുറെ വീഡിയോസ് കണ്ടു. നിങ്ങൾക്ക് വീട്ടിൽ ഇരുന്ന് ഒരു ദിവസം തന്നെ ഞാൻ 6000 രൂപ ഒപ്പിച്ചു എന്ന് പറഞ്ഞിട്ടാണ് ഞാൻ ഈ വീഡിയോ കളിക്കാൻ കാരണമായത്. എനിക്ക് ആദ്യത്തെ ദിവസം 2 രൂപ കിട്ടി. അതായത് ഫസ്റ്റ് കിട്ടുന്ന ആൾക്ക് 2 രൂപയും സെക്കൻഡ് കിട്ടുന്ന ആൾക്ക് 1 രൂപയും, 2 പേര് കളിക്കും. അടുത്ത ദിവസം വരെ ഞാൻ വെയിറ്റ് ചെയ്യണം അടുത്ത ഗെയിമിന് വേണ്ടി. അന്ന് എനിക്ക് 1 രൂപ തന്ന് പറ്റിച്ചു. ഇന്ന് വരെ ഞാൻ 5 രൂപ ഉണ്ടാക്കി. എത്ര ദിവസം? 5 ദിവസം. അപ്പൊ ബേസിക്കലി ഈ സൂപ്പി എന്ന് പറയുന്ന ആപ്പ് എന്നൊക്കെ പറയുന്നത് എൻ്റെ ഒരു അറിവില്, ഞാൻ ഈ സൂപ്പി എന്ന് പറയുന്നത് ഞാൻ ഡൗൺലോഡ് ചെയ്തിട്ടില്ല. പക്ഷെ വേറെ റമ്മി റിലേറ്റഡ് ആയിട്ടുള്ള റമ്മി സർക്കിള്, ജംഗ്ലി റമ്മി പോലത്തെ കുറെ സാധനങ്ങൾ ഞാൻ ഇതിന് മുമ്പ് ഡൗൺലോഡ് ചെയ്ത് ഹാൻഡ് ബഗ്സ് അല്ല, അത് ഗെയിം അല്ല സെക്ഷൻ, അതൊരു വെബ്സൈറ്റ്, അതിനകത്തേക്ക് വരാം. അപ്പൊ ഈ ഗെയിമിങ്ങിന്റെ പരിപാടികളിൽ അങ്ങനത്തെ റമ്മി റിലേറ്റഡ് ഒക്കെ ആയിട്ട് കുറെ സംഭവങ്ങളിൽ ഞാൻ ഇതിനു മുമ്പ് പൈസ അങ്ങോട്ടിട്ട് 500 രൂപയൊക്കെ ഇട്ട് റമ്മിയൊക്കെ കളിച്ച് എല്ലാം പോയി കുറെ കഥകൾ ഉണ്ടായിട്ടുണ്ട്. ഞാൻ എൻ്റെ കൈ അടയ്ക്കും. ഞാൻ എവിടെയെങ്കിലും ഒന്ന് പ്ലേസ് ചെയ്തിട്ട് ഞാൻ ബാക്കി പറയാം ഒരു മിനിറ്റ്. അപ്പോൾ ഈ പൈസ അങ്ങോട്ട് ഇറക്കിയിട്ട് ഗെയിംസ് കളിക്കേണ്ടതായിട്ടുള്ള പ്ലാറ്റ്ഫോംസിൽ ഏറ്റവും ഫേമസ് ആയിട്ടുള്ളതാണ് ഈ റമ്മിയുടെ ഇതുകൾ. അപ്പം അതിനകത്ത് ജംഗ്ലി റമ്മി സർക്കിൾ, അങ്ങനെ കുറേ സംഭവങ്ങളുണ്ട്. അപ്പൊ ഇതിന്റെ ഒരു ഞാൻ കുറെ പരസ്യങ്ങൾ കണ്ടിട്ടുണ്ട്, കുറെ സെലിബ്രിറ്റീസിന്റെ അഡ്വർടൈസ്മെന്റ്സ് പോലെയൊക്കെയും കണ്ടിട്ട് ഞാൻ ഡൗൺലോഡ് ചെയ്ത് കളിക്കാൻ നോക്കിയിട്ടുണ്ട്. അപ്പം എനിക്ക് തോന്നുന്നു ഏതോ ഒരു ആപ്പിൽ ഞാൻ 300-500 രൂപ എടുത്ത് അങ്ങോട്ടിട്ട് ആദ്യമൊക്കെ അവർ 8500 കോയിൻ കിട്ടും എന്നൊക്കെ പറഞ്ഞു. അതാണ് അവരെ നമ്മൾ ആ ആപ്പിലേക്ക് അടുപ്പിക്കാനുള്ള ഒരു കാര്യം. അപ്പോൾ ഞാൻ അതും കണ്ടുകൊണ്ട് 8500 വന്നു പിന്നെ കിട്ടട്ടെ വിചാരിച്ചിട്ട് നോക്കിയപ്പോൾ അത് അതിനകത്തുള്ള എന്തോ ഒരു ഗെയിം കോയിൻസ് ആണ്. അത് ക്യാഷായി കൺവേർട്ട് ചെയ്യുന്ന പരിപാടിയില്ല. അപ്പൊ സൂപ്പി എന്ന് പറയുന്ന കുക്കു ഇപ്പൊ പയറ്റിക്കൊണ്ടിരിക്കുന്ന പരിപാടി 5 ദിവസം കൊണ്ട് ആയപ്പോഴാണ് ഇത് കാര്യം പറയുന്നത് വെച്ചാൽ ഞാൻ സംഭവം ചെയ്തു. പക്ഷെ ഈ വീഡിയോസിലൊക്കെ കാണുന്ന അത്ര ഒരു വൈബ് കിട്ടുന്നില്ല. 5 രൂപയായിട്ടുള്ള ഞാനൊരു 6000 രൂപയുടെ വീഡിയോ കണ്ടുകൊണ്ടാണ് ഞാൻ തുടങ്ങിയെന്നൊക്കെ പറഞ്ഞിട്ടായിരുന്നു സംഭവം. അപ്പം എനിക്ക് ബേസിക്കലി ഇത് മാത്രമല്ല, ഈ ഗെയിമിംഗ് പരിപാടികൾ മാത്രമല്ല, ടൈം ബഗ്സ്, ഹാൻഡ് ബഗ്സ് എന്നൊക്കെ പറയുന്നത് ആയിട്ടുള്ള കുറച്ച് വെബ്സൈറ്റ്സിന്. അപ്പോൾ ഇതിൻ്റെയൊക്കെ വീഡിയോസ് കണ്ട് ഞാൻ ആക്ച്വലി അത്യാവശ്യം ഇൻഫ്ലുവൻഷ്യൽ ആയിട്ടുള്ള ഒരു വ്ളോഗറിൻ്റെ അടുത്തും കൂടി ഇതിനെപ്പറ്റിയൊക്കെ ചോദിച്ചായിരുന്നു. അപ്പം ഹീ ടോൾഡ് ടൈം ബഗ്സ് അത്യാവശ്യം എന്താ പറയുക, ജെന്യുവൻ ആയിട്ടുള്ളൊരു സൈറ്റാണ്. അപ്പം ഞാനും ഈ പറയുന്ന ഫ്രീ ടൈമിൽ ഇരുന്ന് എന്തെങ്കിലുമൊക്കെ ഇൻകം ഏൺ ചെയ്യാലോ എന്നുള്ള ഒരു ചിന്തയിൽ ഞാൻ ഈ ടൈം ബഗ്സ് ലോഗിൻ ചെയ്തിട്ടുണ്ടായിരുന്നു ഒരു വട്ടം. അപ്പം എനിക്ക് ടൈം ബഗ്സിന്റെ കാര്യത്തിൽ സംഭവം ജെന്യുവിനൊക്കെ ആയിരിക്കാം. ഞാൻ പുറത്തു പോയി വന്നതാണ്. അപ്പോൾ സംഭവം ജെന്യുവിനൊക്കെ ആയിരിക്കാം. പക്ഷെ എൻ്റെ എക്സ്പീരിയൻസിൽ ഞാൻ അതിനകത്ത് അറൗണ്ട് ഒരു 10-15 ദിവസം സ്പെൻഡ് ചെയ്തു. ആൻഡ് പെർ ഡേ മേ ബി ഒരു 1-1.5 hours എങ്കിലും മിനിമം സ്പെൻഡ് ചെയ്തിട്ടുണ്ടാവും. അങ്ങനെ ചെയ്തിട്ട് എനിക്ക് ഇന്നും $1 പോലും ഇതിനകത്ത് എത്തിക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അപ്പം ഇതിൻ്റെ ഒരുപാട് വീഡിയോസ് ഞാൻ കണ്ടിട്ടുണ്ട്. അതിനകത്തൊക്കെ താഴെ വന്നിരിക്കുന്ന കോമൻസിനകത്ത് പൈസ കിട്ടിയിട്ടുള്ള ആൾക്കാരും ഉണ്ട്, അതൊരു സോഴ്സ് ഓഫ് ഇൻകം ആക്കിയിട്ടുള്ള ആൾക്കാരുണ്ട്. പക്ഷെ എൻ്റെ പേഴ്സണൽ എക്സ്പീരിയൻസ് അങ്ങനെ ആയിരുന്നില്ല. ആൻഡ് ഞാൻ ഈ പറഞ്ഞ വ്ളോഗിൻ്റെ അടുത്ത് സംസാരിച്ചപ്പോൾ പുള്ളിയും പറഞ്ഞത് ആദ്യത്തെ $5 എന്തോ എത്തിക്കാൻ ഭയങ്കര ഡിഫിക്കൽട്ടാണ്. അതിനുശേഷം ഏർണിങ്സ് വിൽ ബി സ്റ്റേബിൾ. അതായത് ഇപ്പം $5-10 വെച്ചിട്ടാണ് സർവേസ്, അങ്ങനത്തെ ഓരോ ടാസ്കുകളാണ് അവർ തരിക. നമ്മൾ ഇതിനകത്ത് ലോഗിൻ ചെയ്യും, നമ്മുടെ കുറച്ച് ഡീറ്റെയിൽസ് എല്ലാം അതിനകത്ത് കൊടുക്കണം. ആൻഡ് ദെൻ അവർ 10 മിനിറ്റ്, 15 മിനിറ്റ്, 3 മിനിറ്റ് ഒക്കെ അങ്ങനെയൊക്കെയുള്ള പല ടൈം ഡ്യൂറേഷനിലുള്ള സർവേസ് ആണ്. പിന്നെ ഗെയിംസിൻ്റെ ഇത് ഡൗൺലോഡ് ചെയ്ത് ഇത്ര ദിവസം കളിച്ച് ഇത്ര $1 കയറും. അപ്പം ഇങ്ങനെയൊക്കെ വരുമ്പോൾ ഉണ്ടാകുന്ന ഒരു ചാലഞ്ച് എന്ന് പറയുന്നത് നമ്മുടെ ഡേറ്റയാണ് അവർക്ക് എക്സ്ചേഞ്ച് ആവുന്നത് ഇൻ റിട്ടേൺ. അപ്പം ഇത്തരം ടൈം ബഗ്സ് ആണെങ്കിലും ഹാൻഡ് ബഗ്സ് ആണെങ്കിലും ഒക്കെ ഞാൻ ടൈം ബഗ്സ് യൂസ് ചെയ്തിട്ട് എനിക്ക് അതിൽ നിന്നും ഈ പറയുന്ന ഒരു എൻ്റെ സമയം അത്രയും പോയതിൽ എനിക്ക് ഒട്ടും വർത്ത് ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ ഇങ്ങനത്തെ വീഡിയോസൊക്കെ കണ്ട് ഓരോ സാധനങ്ങൾ നമ്മൾ ഡൗൺലോഡ് ചെയ്ത് പലത് കുറേ കണ്ടമാനം കാര്യങ്ങൾ ചെയ്ത് നോക്കുമ്പോഴത്തേക്കും നമ്മുടെ പേഴ്സണൽ ഡേറ്റയാണ് അവർക്ക് ലീക്ക് ആവുന്നത്. അപ്പം ഇത്രയും വേഗത്തിൽ എങ്ങനെ ഓൺലൈനിലൂടെ പൈസ ഉണ്ടാക്കാമെന്നുള്ളൊരു കാര്യം തേടി പോകുന്നൊരു സിറ്റുവേഷനിൽ കുക്കൂനാണെങ്കിലും ഇപ്പം അത് നേരിട്ട് മനസ്സിലായൊരു കാര്യമാണ്.
അങ്ങനെ ഒരു വഴി എന്ന് പറയുന്നത് എനിക്ക് തോന്നുന്നു തുടക്കത്തിലൊക്കെ അതൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ ഇപ്പൊ അതിന് മാത്രം ആൾക്കാർ ഇത് തന്നെ സെർച്ച് ചെയ്യുന്നുണ്ട്. പെർ ഡേ മേ ബി നമ്മളിപ്പോൾ കേരളത്തിൽ കൊച്ചിയിൽ ഒരാളാണെന്നുണ്ടെങ്കിൽ നമ്മളെപ്പോലെ 100,000 ആൾക്കാർ മിനിമം ഉണ്ടാവും ഇതേ കാര്യം സെർച്ച് ചെയ്യുന്നത് ലോകത്ത് പല ഭാഗത്തുമായിട്ട്. അതിനകത്ത് കേരളം ആക്കുമ്പോൾ തന്നെ അപ്പോഴും കാണും 1,00,000-ഓളം ആൾക്കാർ ഇതേ കാര്യം സെർച്ച് ചെയ്യുന്നത്. അപ്പം അതിനകത്ത് നിന്ന് നിങ്ങൾക്ക് ഏറ്റവും ജെന്യുവൻ ആയിട്ടുള്ള ഒരു സൈറ്റ് ഐഡന്റിഫൈ ചെയ്യാന്ന് പറയുന്നത് തന്നെയാണ് ഏറ്റവും വലിയ കാര്യം. ആൻഡ് ഇതൊക്കെ ഭയങ്കര ടൈം ടേക്കിംഗ് പ്രോസസ്സാണ്. ഈ പറയുന്ന സുപ്പി എന്ന് പറയുന്ന ആപ്പ് ജെന്യുവൻ അല്ല എന്നല്ല ഞാൻ പറയുന്നത്. കാരണം ഞാൻ ഡൗൺലോഡ് ചെയ്തിട്ടില്ല. ആൻഡ് ചിലപ്പോൾ 30 ദിവസം കൊണ്ട് ഈ പറഞ്ഞ പോലെ 10 രൂപ 20 രൂപയൊക്കെ ആവും. എന്നാലും നിങ്ങൾ അതിനുവേണ്ടി സ്പെൻഡ് ചെയ്യുന്ന സമയത്തിന് അത്ര വേർത്താണോ എന്നുള്ള കാര്യം എനിക്ക് വലിയ ധാരണയില്ല. അപ്പം ഇതിനകത്ത് അടുത്ത ഒരു സെക്ഷൻ ട്രേഡിംഗ് ആണ്. ഓൺലൈൻ ട്രേഡിംഗ്. ഞാൻ അതും പയറ്റി നോക്കിയതാണ്. ബിക്കോസ് എനിക്കറിയില്ല, എനിക്ക് ട്രേഡിംഗ് അറിയില്ലായിരുന്നു, ഒട്ടും അറിയില്ലായിരുന്നു. പക്ഷെ നമ്മൾ ചില ട്രേഡിങ്ങിന്റെ ആപ്പുകളുടെ പരസ്യം നമ്മൾ ഓൺലൈനിൽ ഗെയിംസ് ഒക്കെ കളിക്കും. ഞാൻ ഗെയിമറാണ്, അതായത് അങ്ങനത്തെ നിങ്ങളുടെ മറ്റേ സായി പോപ്പിയുടെ പോലെയും തൊപ്പിടൊന്നും പോലത്തെ അത്രയും വലിയ ഗെയിമറൊന്നും അല്ല. ബട്ട് എനിക്ക് ഇഷ്ടമുള്ള കുറച്ച് ഗെയിംസ് ഉണ്ട്, അതിൽ നിന്ന് കളിക്കുന്ന ആളാണ്. അപ്പോൾ അതിനകത്ത് ഇങ്ങനെ അഡ്വർടൈസ്മെന്റ്സ് വരുമ്പോൾ ട്രേഡിംഗ് എന്തോ നമുക്ക് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണെന്ന് തോന്നിപ്പിക്കുന്ന രീതിയിലാണ് അവർ അഡ്വർടൈസ് ചെയ്യുക. അത് അവർക്ക് വേണമല്ലോ, കാരണം അവരുടെ ആപ്ലിക്കേഷനും അവരുടെ സംഭവങ്ങളും ഒക്കെയും അത്രയും തന്നെ പുഷ് ചെയ്യണമെങ്കിൽ അവർക്ക് അതങ്ങനെ ചെയ്യണം. അപ്പം അങ്ങനെ ഞാൻ പണ്ടൊരു വട്ടം ബിനോമോ എന്ന് പറയുന്ന ഒരു ആപ്പ് ഡൗൺലോഡ് ചെയ്തിട്ട് ഇൻട്രാ ട്രേഡിംഗ് ആയിരുന്നു. പെർ ഡേ നമ്മൾ അതിനകത്ത് നെറ്റിലൊക്കെ നോക്കി 3 വീഡിയോ കണ്ടപ്പോൾ തന്നെ ഞാനൊരു ട്രേഡിംഗ് ഉസ്താദ് ആയിക്കഴിഞ്ഞായിരുന്നു. അതിന്റെ പേരിൽ ഞാൻ ഈ ബിനോമി ചെയ്തു. എന്നിട്ട് ആദ്യം ഞാനൊരു ഇച്ചിരി രൂപ, എനിക്ക് 500 എനിക്ക് അതിന്റെ ബേസിക് എത്രയായിരുന്നു ഓർമ്മയില്ല, ബേസിക് എമൗണ്ട് വെച്ചിട്ട് സ്റ്റാർട്ട് ചെയ്തു. അത് ഒരു 1000 വരെ എത്തിയപ്പോഴത്തേക്ക് എനിക്ക് തോന്നി ഇത് എനിക്ക് പുട്ടുപോലെ ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണെന്ന് വിചാരിച്ചിട്ട് എനിക്ക് തോന്നുന്നു ഒരു 2000 രൂപയും കൂടെ അതിനകത്തേക്ക് കിട്ടും. അങ്ങനെ ടോട്ടൽ എൻ്റെ കയ്യിൽ നിന്ന് ഒരു 10,000-3,500 രൂപ പോയി കഴിഞ്ഞപ്പോഴത്തേക്കും എനിക്ക് മനസ്സിലായി ട്രേഡിംഗ് ഗുഡാണ്. പക്ഷെ അറിയാത്തൊരാൾ കൊണ്ടേ തല വെച്ചാൽ, പരസ്യം കണ്ടുകൊണ്ട് കൊണ്ടേ തല വെച്ചാൽ മോനെ പൈസ പോകും. സോ ഈ ട്രേഡിംഗ് ആപ്സ് ആണെങ്കിലും ഈ ഗെയിം കളിച്ച് പൈസ ഉണ്ടാക്കുന്ന ആപ്പുകളാണെങ്കിലും സർവേ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യുകയാണെങ്കിൽ ഇതിൻ്റെയൊക്കെ ഒരു ഡാർക്ക് സൈഡ് ഉണ്ട്. അത് മനസ്സിലാക്കിക്കൊണ്ട് അതിനകത്തേക്ക് ഇറങ്ങുകയാണെന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല. ഇപ്പോൾ ജംഗ്ലി റാമി പോലത്തെ സ്ഥലത്തൊക്കെ ഇപ്പോൾ വേണമെങ്കിൽ 10 രൂപയ്ക്ക് ഇട്ട് നിങ്ങൾക്ക് ഒരുപാട് സമയം ഫ്രീ ഉണ്ടെന്നുണ്ടെങ്കിൽ ആ പൈസ ഫ്രീ ആകുമ്പോൾ ഒക്കെ ചുമ്മാ ഒരു ഏർണിംഗ് പോലെ മേ ബി ഒരു മാസം 500 രൂപയൊക്കെ വിഡ്രോ ചെയ്യുന്ന രീതിയിലൊക്കെ ആക്കി അതൊരു ഇതാക്കി വെക്കുകയാണെങ്കിൽ ചിലപ്പം നടക്കുമായിരിക്കും. അതല്ലാതെ ആ ഒരു ഹെവി സ്കെയിലിൽ വീക്ക്ലി എനിക്ക് 10,000 രൂപയൊക്കെ കിട്ടിയിട്ടുണ്ട് എന്നൊക്കെയുള്ള സാധനം കണ്ടിട്ട് എൻ്റെ അറിവിൽ എനിക്കത് ലെജിറ്റായിട്ട് തോന്നിയിട്ടില്ല. ആൻഡ് ഞാൻ പറയുന്നതിന് ഓപ്പോസിറ്റ് ആയിട്ട് എന്തെങ്കിലും ഒരു അതായത് അങ്ങനെയല്ല, ഇത് ഇങ്ങനെ ചെയ്താലാണ് ഈ കാര്യത്തിൽ നിന്ന് നമുക്ക് ഏർണിങ്സ് കിട്ടുക എന്നുണ്ടെങ്കിൽ ദയവേത് അത് കമന്റ് സെക്ഷനിൽ നിങ്ങൾ അറിയിക്കണം. കാരണം എൻ്റെ ഒരു ചിലപ്പോൾ അറിവില്ലായ്മയായിരിക്കാം, അല്ലെങ്കിൽ അതെങ്ങനെ നമ്മുടെ കയ്യിൽ ഒരു സാധനം കിട്ടിക്കഴിഞ്ഞാൽ അതെങ്ങനെ യൂസ് ചെയ്യണമെന്ന് അറിയില്ലെങ്കിൽ പൊട്ടൻ്റെ കയ്യിൽ പൂമാല കിട്ടുന്ന, കുരങ്ങൻ്റെ കയ്യിൽ പൂമാല കിട്ടുന്ന ഒരു അവസ്ഥയായിരിക്കും. അപ്പം എൻ്റെ കയ്യിൽ ഈ ആപ്പുകളും സാധനങ്ങളൊക്കെയും കിട്ടിയപ്പോൾ എനിക്ക് ഈ അവസ്ഥയായിരുന്നു. റാദർ എനിക്ക് എൻ്റെ കയ്യിൽ നിന്നുള്ള കൂടുതൽ പൂ പോയി എന്നുള്ളതേ ഉള്ളൂ. അപ്പം അതല്ല, ഇതിനിങ്ങനെയാണ് കറക്റ്റായിട്ട് ചെയ്യേണ്ട ഒരു രീതി എന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ ഞാനിപ്പോൾ മെൻഷൻ ചെയ്തിട്ടുള്ള ഏത് ആപ്പാണെങ്കിലും അതിൻ്റെ ഒരു കറക്റ്റായ രീതിയിലൂടെ എങ്ങനെ ചെയ്താൽ യു ക്യാൻ ഏൺ എന്നുള്ളത് മറ്റുള്ളവർക്ക് ഒരു സഹായം ആവും എന്നുള്ള രീതിയിൽ നിങ്ങൾക്ക് പറ്റുമെങ്കിൽ താഴെ കമൻറ്റ് ചെയ്താൽ വളരെ ഗുഡായിരിക്കും. പക്ഷെ അതർവൈസ് എനിക്ക് ഈ ഓൾ ടുഗെദർ ഓൺലൈനിൽ നിന്ന് പെട്ടെന്ന് എങ്ങനെ പൈസ ഉണ്ടാക്കാന്നുള്ളൊരു പരിപാടി ഞാനും സെർച്ച് ചെയ്തിട്ടുള്ള ഒരാളായതുകൊണ്ട് തന്നെ എൻ്റെ കൂടെയുള്ള ഒരുപാട് പേര് ചെയ്തിട്ടുള്ളത് തന്നെ പാളിയിട്ടും ഉള്ളത് കൊണ്ട് തന്നെ ഇത് ചെയ്യുമ്പോൾ കുറച്ച് സൂക്ഷിച്ച് ചെയ്യാന്നുള്ളൊരൊറ്റ മെസ്സേജ് എനിക്ക് കൺവേ ചെയ്യണമെന്ന് തോന്നി. ഇത് മേ ബി ഒരുപാട് പേരിന് മുമ്പ് പറഞ്ഞിട്ടുണ്ടാവും, പക്ഷെ ഇത് പിന്നെ എനിക്ക് പറയാനുള്ള റീസൺ എന്താ, ഈ വീഡിയോ എടുക്കുന്ന ആളാണ്. അപ്പോൾ കുക്കുവിൻ്റെ എക്സ്പീരിയൻസിൽ കുക്കു ഏകദേശം സൂപ്പി അൺഇൻസ്റ്റാൾ ചെയ്യാറായി. കാരണം ഈ 1 രൂപയ്ക്കൊക്കെ വേണ്ടിയിട്ട് കമ്പ്യൂട്ടറായിട്ട് ഒരു ദിവസം ഒരു ഗെയിമേ പറ്റുള്ളൂ അല്ലേ? അതിന് 1 രൂപ 1.5 രൂപയൊക്കെ അതിനകത്ത് മാക്സിമം, അതായത് മാക്സിമം. അപ്പൊ അങ്ങനത്തെ കുറച്ച് വള്ളിക്കെട്ടൊക്കെ ഉള്ളൊരു സീനായതുകൊണ്ട് സൂക്ഷിച്ചും കണ്ടും ഒക്കെ കളിക്കുക. നീ മര്യാദയ്ക്കുള്ള പണിക്ക് പോകുന്നു. ഇവിടെ വളരെ ടാലന്റഡ് ആയിട്ടുള്ള ഒരു കുട്ടിയാണ്, VFX ആർട്ടിസ്റ്റ് ആണ്. അതുപോലെ ഓക്കെ, അപ്പോൾ അങ്ങനെ ആയിട്ടുള്ള കുട്ടി, ഏറെ ആയിട്ടുള്ള ഈ കുട്ടി എന്നെ പോലെ നിങ്ങൾ ആരെങ്കിലുമൊക്കെ ഇതൊക്കെ ചെയ്ത് പണി പാളിയിട്ടുണ്ടെങ്കിൽ ദയവ് ചെയ്ത് ഡോണ്ട് ലൂസ് മണി, കാരണം അതൊക്കെ വലിയ ഡിപ്രഷനിലേക്കൊക്കെ പോകും. ഞാൻ 5 രൂപ നേടി. ഓക്കെ, അപ്പൊ എന്തായാലും അടുത്ത ഒരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ഇറ്റ്സ് മീ ആമി സൈനിങ് ഓഫ് ആൻഡ് യാ കുക്കു യാ ബൈ.